എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ മുളപ്പിച്ച പയർ കൊണ്ടുള്ള ഒരു ബാജിയാണ് കേട്ടോ. ബാജി എന്ന് പറയാൻ പറ്റില്ല, ഒരു കുഴഞ്ഞ രൂപത്തിൽ കൂട്ടാനുമല്ല ബാജിയല്ല, അങ്ങനെയുള്ളതാണ്. ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന നമ്മുടെ സ്പെഷ്യൽ വിഭവം എന്താ വെച്ചാൽ ഈ മുളപ്പിച്ച പയറാണ് കേട്ടോ. കണ്ടോ, നല്ല മുള വന്നിട്ടുള്ള പയർ. ഈ പയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു പയറാണ്, ചെറിയ മണിപ്പയറാണ്. ഇവിടെ കിട്ടുന്നതാണ്, മട്ക്കി എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് തലേ ദിവസം നന്നായിട്ട് കഴുകി കുതിർത്തി വെച്ചിട്ട് പിന്നെ നമ്മളൊരു തുണിയിൽ കെട്ടി വെച്ചിട്ട് മുളപ്പിക്കുന്നതാണ് കേട്ടത്. ഒരു 3-4 പ്രാവശ്യം നന്നായി കഴുകി തുണിയിൽ അമർത്തി കെട്ടി വെച്ചാൽ പിറ്റേ ദിവസം കാലത്താകുമ്പോഴേക്കും ഇതുപോലെ ഇങ്ങനെ മുള വരും. അപ്പോൾ ഇങ്ങനത്തെ ഇതറിയാലോ, ഇങ്ങനെ മുളപ്പിച്ചിട്ടുള്ള പയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പോഷക സമൃദ്ധമായിട്ടുള്ളതാണ്. അപ്പോൾ ബാജിയൊക്കെ ഉണ്ടാക്കാൻ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെ കൊണ്ട് നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബാജി തയ്യാറാക്കാം. അതിന് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു സവോള, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സവോളയാണ്. അത് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മുഴുവൻ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു പൊട്ടറ്റോയും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പച്ചമുളക്. ഇനി ഇതിൽ ഇടുന്ന മസാലകളൊക്കെ നമുക്ക് ഇടുമ്പോൾ പറഞ്ഞ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ വെളിച്ചെണ്ണയൊന്നും അല്ലാട്ടോ ഒഴിക്കേണ്ടത്, നമ്മുടെ സൺഫ്ലവർ ഓയിലോ വേറെ എന്തോ ഓയിലാ വെച്ചാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലാണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരട്ടെ. ആ സമയത്ത് സാധാരണ നമ്മൾ ബാജികളിൽ ചേർക്കുന്ന പോലെ തന്നെ കടുക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 4 മണി ജീരകവും കൂടി ചേർത്ത് വറവിട്ട് കൊടുക്കുക കേട്ടോ. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ജീരകം, ഒരു 4 മണി മതി, ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ഉണ്ടല്ലോ, ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ. സവോള ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം, നന്നായി വഴറ്റി വരട്ടെ. അതിനുശേഷം വേണം നമുക്ക് മറ്റുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. സവോള ഒരു 2 മിനിറ്റ് നന്നായി വഴറ്റിയെടുക്കുക. ഉള്ളി ഒന്ന് ചെറുതായി വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടില്ലേ, അതായത് കീറി വെച്ചിട്ടുള്ള ഈ 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 കറിവേപ്പിലയില്ലേ, അതും ചേർത്ത് കൊടുക്കാം. മാത്രമല്ല ഈ ഉള്ളിയുടെ കൂടെ നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഒന്ന് നന്നായിട്ട് വഴണ്ടി വരും. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ മസാല എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതായത് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളക് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പക്ഷേ എന്നാലും ഇതിന് പൊട്ടറ്റോയും തക്കാളിയൊക്കെ ഇടുന്ന കാരണം കൊണ്ട് തന്നെ കുറച്ച് എരിവ് വേണേ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ഗരം മസാലപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. അതായത് ഇത് ഒരു നല്ല മണം വരാൻ. ഇത് വെറും ഒരു ഉപ്പേരി പോലെയല്ല, നമുക്ക് ഈ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ബാജിയാണ്. അതായത് കൂട്ടാൻ്റെ പോലെയല്ല, എന്നാൽ ഉപ്പേരിയുടെ പോലെ അത്ര ഡ്രൈ ആയിട്ടുമല്ല, അങ്ങനെയുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ, മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായി മാറി വരുന്നവരെ നന്നായി ഇളക്കി ചേർക്കാം. ഒരുപാടൊന്നും സമയം ഇതാക്കേണ്ട ആവശ്യമില്ല, പച്ചമണം മാറി വന്നാൽ മാത്രം മതി. ആ സമയത്ത് തന്നെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ഇനി ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ, അതുവരയ്ക്കും ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നന്നായി പാകപ്പെടുത്തി എടുക്കുക. തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്ത് തക്കാളി നന്നായി വെന്ത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഒരു പൊട്ടറ്റോ നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി ചേർക്കുക. ഇതിൻ്റെ ഒപ്പം കൂടെ തന്നെ നമുക്ക് പയറും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായി ഇളക്കിയെടുക്കുക. പൊട്ടറ്റോ നന്നായി ഇളക്കി മസാലയുടെ കൂടെ ചേർത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ പയറും കൂടി ചേർത്ത് കൊടുക്കാം. അതായത് മുളപ്പിച്ച് വെച്ച പയറും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ പയറുണ്ടല്ലോ, ഞാൻ ഒരു 4-5 പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ടാണ് നമ്മൾ ഇത് കുതിർക്കാടണം. എന്നിട്ടാണ് നല്ല തുണിയിലായിരുന്നു നമ്മളിത് കെട്ടി വയ്ക്കണം. അപ്പോൾ ഇനി നമുക്ക് പിന്നെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് വീണ്ടും കഴുകേണ്ട ആവശ്യമില്ല. കാരണം കഴുകി കഴിഞ്ഞാൽ അറിയാലോ, ഇതൊക്കെ ഭയങ്കര സോഫ്റ്റാണ് ഈ മുള. അപ്പോൾ അതൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ അത് പൊട്ടിപ്പോകാൻ പാടില്ല കേട്ടോ. അതും കൂടി ചേരുമ്പോഴാണ് ഈ കറിയുടെ ടേസ്റ്റ് വരിക. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ തന്നെ ഒരു 4-5 പ്രാവശ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം. അതിൽ അധികം അഴുക്കൊന്നും ഉണ്ടാവില്ല, എന്നാലും നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കേട്ടോ.
അപ്പോൾ ഈ പയറിപ്പോൾ കിട്ടില്ല നാട്ടിലെന്ന് വിചാരിച്ചിട്ട് അതിന് ഇതൊന്നുമില്ല. നമ്മുടെ ചെറുപയറുണ്ടല്ലോ അതും ഇതുപോലെ തന്നെ ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ചെറുപയർ വെച്ചിട്ടും ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് വളരെ പോഷക സമൃദ്ധമായിട്ടുള്ളൊരു ഇതാണ്, കറിയാണ് കേട്ടോ. ഇങ്ങനെ ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ ബാജി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അല്ല കുറച്ച് വെള്ളത്തോടു കൂടെ ഒരു കുഴഞ്ഞ രൂപത്തിലാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ചപ്പാത്തിയുടെ കൂടെയൊക്കെ വളരെ ടേസ്റ്റിയാണ്. മാത്രമല്ല ചോറിൻ്റെ കൂടെയും വളരെ ടേസ്റ്റി തന്നെയാണ്. തക്കാളിയൊക്കെ ചേർത്തുകൊണ്ട് ഒരു ചെറിയ പുളിപ്പും ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കണം. കുറച്ച് നേരം വേവണം. എന്നാലാണ് ഇതിന് ഒരു സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. അറിയാമല്ലോ, പൊട്ടറ്റോ പിന്നെ വെന്ത് വരണം. അതുപോലെ തന്നെ ഈ പയറുണ്ടല്ലോ നന്നായി ഒന്ന് വെന്ത് വരണം കേട്ടോ. അതിച്ചിട്ട് ഒരുപാട് ഇങ്ങനെ കുഴഞ്ഞൊന്നും ആവില്ല ഈ പയറ്, കാരണം മുളപ്പിച്ചതല്ലേ. കുറച്ചൊരു ഇതുപോലെയാണ് നിൽക്കുക. പക്ഷേ എന്നാലും ഒന്ന് വെന്ത് വരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ 2-3 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് ഇത് പയർ തുറന്ന് നോക്കാം കേട്ടോ. ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു കുഴഞ്ഞ രൂപത്തിലായിട്ടുണ്ട്. പിന്നെ പയർ ഒരുപാട് വെന്ത് കുഴയൊന്നുമില്ല, അത് അത്യാവശ്യത്തിന് വേവുള്ളൂ. അതുപോലെ ഇതിലത്തെ പൊട്ടറ്റോ അല്ലേ, ഒരുപാട് വെന്തുടയേണ്ട ആവശ്യമില്ല. അത്യാവശ്യത്തിന് നമുക്ക് നോക്കിയറിയാം വെന്തിട്ടുണ്ട് കേട്ടോ. വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയായാൽ മതി. ഇങ്ങനെയാണ് ഇത് വേണ്ടത്. അപ്പോൾ എന്താ വെച്ചാൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. പിന്നെ ചോറിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ, അടിപൊളി ടേസ്റ്റിയാണ്. അപ്പോൾ ഇങ്ങനെ ഈ മുളപ്പിച്ച പയർ കൊണ്ടുള്ള ഈ ബാജി ഇത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉണ്ടാക്കിയൊക്കെ കഴിക്കാൻ നോക്കുക. വളരെ പോഷക സമൃദ്ധമായിട്ടുള്ളത് ഇപ്പോൾ പറയാണ്ട് തന്നെ അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ ഇത് ചെറുപയർ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ നമ്മുടെ കടലയൊക്കെ ഇല്ലേ, കടല മുളപ്പിച്ചെടുക്കാം. അതുപോലെ മറ്റേ ഇത് വെള്ളക്കടല, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് മുളപ്പിച്ചെടുത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പയർ കിട്ടണവർ, അതായത് ഈ മടക്കി കിട്ടണവർ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കിയാൽ വളരെ ടേസ്റ്റിയാണ്. ഇതിനൊരു പ്രത്യേക മണമൊക്കെയാണ് ഇത് ഉണ്ടാക്കുമ്പോൾ കേട്ടോ. ഈ പയറിന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ കൂടെ കുറച്ച് മോരും കൂടി ഉണ്ടെങ്കിൽ ചോറുണ്ണാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വേറെ ഒരു വിഭവത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി, നമസ്കാരം.